നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൽ.കെ. അദ്വാനിയുടെ നിലപാടിന് മുന്നിൽ ബി.ജെ.പി. നേതൃത്വം കീഴടങ്ങി. മത്സരിക്കാനുള്ള മണ്ഡലം അദ്വാനിക്ക് തന്നെ തെരഞ്ഞെടുക്കാമെന്ന് രാജ്നാഥ് സിംഗ്. ഗാന്ധിനഗറിൽ തന്നെ മത്സരിക്കുമെന്ന് അദ്വാനി. തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അഴിച്ചുപണി ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ. പി.ടി. തോമസ് മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറിയതാണെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ആർ.എം.പിയോടുള്ള നിലപാട് വി.എസ്. അച്യുതാനന്ദൻ തിരുത്തുന്നു. ആർ.എം.പി. കോൺഗ്രസിന്റെ വാല്. രമയും അവരുടെ പാർട്ടിയും ചെയ്യുന്നത് തിരുവഞ്ചൂർ പറയുന്ന കാര്യങ്ങൾ. വി.എസിന്റെ പരാമർശം ടി.പി. ചന്ദ്രശേഖരനേറ്റ 52ാമത്തെ വെട്ടെന്ന് കെ. രമ. വയനാട്ടിൽ കാടിന് തീവച്ചത് തന്നെയെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്വേഷണം പോലീസിന് കൈമാറും. CBI അന്വേഷണവും പരിഗണിക്കും. വനം വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. തീപിടുത്തമുണ്ടായ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന ഖുഷ്വന്ത് സിംഗ് ഓർമ്മയായി. സംസ്കാരം ഡൽഹി ലോധി റോഡ് ശ്മശാനത്തിൽ നടന്നു. വി എസിന്റെ വാക്കുകൾ ടി.പി. ചന്ദ്രശേഖരനേറ്റ 52ാമത്തെ വെട്ടാണെന്ന് കെ. രമ. വി.എസ്. പറഞ്ഞതിൽ ആർ.എം.പിക്ക് ഒരു ചുക്കുമില്ലെന്ന് പറഞ്ഞ രമ ഈ നിലപാടോടെ വി.എസ്. എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്നും മീഡിയ വണ്ണിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിലൊറ്റ വാക്കിനെ മറുപടിയുള്ളൂ. സഖാവ് ചന്ദ്രശേഖരനേറ്റ 52ാമത്തെ വെട്ടാണ് ഇത്. ആർ.എം.പിക്ക് ഒരു തിരിച്ചടിയുമില്ല. ആർ.എം.പി. വി.എസിനെ കണ്ടുകൊണ്ടല്ല ആർ.എം.പി. ഉണ്ടാക്കിയത്. ആർ.എം.പിക്ക് വളരെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് വി.എസിനെ പ്രതീക്ഷിച്ച് ഉണ്ടാക്കിയതല്ല, വി.എസിനോട് ചോദിച്ചിട്ടുണ്ടാക്കിയതുമല്ല. അതുകൊണ്ട് വി.എസ്. എന്ത് പറഞ്ഞാലും ആർ.എം.പിയെ സംബന്ധിച്ച് ഒരു ചുക്കുമില്ല. പക്ഷെ വി.എസ്. എന്താണ് എന്ന് ഈ നിലപാടുകളുടെ ഈ രാജ്യത്ത് ജനങ്ങൾ തിരിച്ചറിയും. അത് വി.എസിനാണ് തിരിച്ചടിയാവാൻ പോകുന്നത്, ആർ.എം.പിക്ക്. തകർന്നുകൊണ്ടിരിക്കുന്ന CPM-നെ രക്ഷിക്കാനുള്ള ശ്രമമാണ് വി.എസ്. നടത്തുന്നതെന്ന് എൻ. വേണു പറഞ്ഞു. വി.എസ്. ഒത്തുതീർപ്പിന് തയ്യാറാവുകയാണെന്നും വേണു വടകരയിൽ പറഞ്ഞു. ഒന്ന്, വി.എസ്. കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന CPM-നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവസാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ത്യാഗമാണ് ഇപ്പോൾ വി.എസ്. ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദനെ ആർ.എം.പിയും അതുപോലെ കേരളത്തിലെ 10,000-കണക്കിന് ഇടതുപക്ഷ മനസ്സുകൾ അംഗീകരിച്ചത് വലതുപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന CPIM-നെതിരെ നടത്തുന്ന ഉൾപാർട്ടി സമരങ്ങളുടെ നേതാവ്, അതിൻ്റെ നേതൃത്വം എന്ന നിലയിലാണ്. ആ നിലപാടിൽ നിന്ന് വി.എസ്. പിറകോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും CPM-ൻ്റെ ഔദ്യോഗിക നേതാക്കന്മാരെ എങ്ങനെയാണോ ആളുകൾ കാണുന്നത് അതേ അവസ്ഥയിലേക്ക് വി.എസ്. എത്തും. അപ്പോൾ അതൊക്കെ ശരിയായി എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ വേണ്ടി കീഴ്പ്പെടുകയും എന്തൊക്കെ ഒത്തുതീർപ്പുകൾ സമരമുഖത്ത് ഉൾപാർട്ടി സമരങ്ങളിൽ വലിയ ഒത്തുതീർപ്പുകൾക്ക് വി.എസ്. തയ്യാറായിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ.എം.പി. കോൺഗ്രസിന്റെ വാല് മാത്രമാണെന്നായിരുന്നു വി.എസിന്റെ പരാമർശം. ടി.പി. വധത്തിലെ പാർട്ടി നടപടികളിൽ പൂർണ്ണ തൃപ്തനാണ്. പാർട്ടിയെടുത്ത നടപടികൾ രമ അംഗീകരിക്കണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. കെ. രമയും ആർ.എം.പിയും ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളാണെന്നും വി.എസ്. പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് വി.എസിന്റെ പരാമർശം. വി.എസിന്റെ നിലപാടാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്കെടുക്കുന്നത്. മാധ്യമപ്രവർത്തകനായ ശ്രീ P.M. മനോജ്, ഒപ്പം ആർ.എം.പി. നേതാവ് ശ്രീ T.L. സന്തോഷ്, മാധ്യമപ്രവർത്തകനായ ശ്രീ M.G. രാധാകൃഷ്ണൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N.M. പിയേഴ്സൺ എന്നിവർ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ P.M. മനോജ്, പലതവണ വി.എസ്. നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പാർട്ടിയുമായി ഒത്തുതീർപ്പിന് തയ്യാറാവുന്നു, പാർട്ടി നേതൃത്വവുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും സമുന്നതനായ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വി.എസ്. മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ എന്നും വി.എസിനെ സമുന്നതനായ നേതാവ് തന്നെയാണ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സഖാവ് വി.എസ്. വളരെ കൃത്യമായി പറഞ്ഞ ഒരു വിഷയം ഇത് മാത്രമല്ല, മറ്റു പല വിഷയങ്ങളും പറയുകയും ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം, ആ പോരാട്ടത്തിൽ മോഡി നയിക്കുന്ന BJP, അതുപോലെ മൻമോഹൻ സിംഗ് നയിക്കുന്ന കോൺഗ്രസ്, NDA ഇവയ്ക്ക് രണ്ടിനുമെതിരെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന പടയണിയിൽ അംഗമായിട്ട് ഞാൻ ഉണ്ടാവുമെന്നാണ് വി.എസ്. പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അങ്ങേയറ്റം സന്തോഷവും ആഹ്ലാദവും അതുപോലെ ആവേശവും പകരുന്ന ഒരു
പ്രഖ്യാപനമാണ് സഖാവ് വി എസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതികരണമായിട്ട് ശ്രീമതി രമ പറഞ്ഞത് കേട്ടത് വി എസിനെ ജനം പുച്ഛിച്ച് തള്ളും എന്നാണ്. ഇത് ആദ്യം പറഞ്ഞതല്ല, വി എസിൻ്റെ ഈ നിലപാടിനെ ജനം പുച്ഛിച്ച് തള്ളും എന്ന് രമ പറയുന്നു. അതിനു മുമ്പ് രമയുടെ മകനെ കൊണ്ട് പറയിച്ചു വി എസ് അവസരവാദിയാണെന്ന്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാൾ, അദ്ദേഹത്തെ ഒരു RMP എന്ന പ്രാദേശിക കക്ഷിയുടെ ഒരു പ്രവർത്തകൻ പോലുമല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് അവസരവാദി എന്ന് വിളിപ്പിക്കുന്നു. ഇപ്പോൾ വി എസിൻ്റെ നിലപാടെന്താ? രമയുടെ RMPയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണോ? വി എസ് കേരളത്തിലെ ഇന്നുവരെ കേരളം കണ്ട ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ മാത്രം നേതാവാണെന്ന് രമ തെറ്റിദ്ധരിച്ചു പോയി. രമയ്ക്ക് വി എസിനെ അറിയില്ല. അതുപോലെ വേണു പറയുന്നത് വേണുവിൻ്റെ പാർട്ടിയുടെ നയം, അത് 10,000 അംഗീകരിക്കുന്ന നയം, അത് വി എസ് അംഗീകരിച്ചാലേ വി എസ് ആവൂ എന്ന്. യഥാർത്ഥത്തിൽ വി എസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന നിലയിൽ വി എസ് ആ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹം പാർട്ടിയുമായി ചില വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ നിലപാട് തൃപ്തികരമാണ്, പാർട്ടിയോടൊപ്പം ഞാൻ നിൽക്കുന്നു, പാർട്ടിയുടെ പടയാളിയായി ഞാൻ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പിയേഴ്സൺ, ഒരു രമയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഗ്രഹമായിരുന്നു വി എസ്. രമയെ വി എസിന് അറിയില്ലായിരുന്നു, വി എസിനെ രമയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് ശ്രീ PM മനോജ് അല്പം മുമ്പ് പറഞ്ഞത്. ആ ഒരു വിഗ്രഹം തകർന്നു വീഴുകയാണ്. പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ കലഹിച്ചുകൊണ്ടിരുന്ന വി എസ്, പല നെറുകേടുകൾക്കെതിരെയും കലഹിച്ചുകൊണ്ടിരുന്ന വി എസ്, അങ്ങനെ ബദൽ പ്രസ്ഥാനങ്ങളെല്ലാം വി എസിനെ ഒരു വിഗ്രഹമായി കൊണ്ടു നടന്നു. അപ്പോഴും ഒരു വിമർശനം വളരെ ശക്തമായി കേരളത്തിൽ നിലനിന്നിരുന്നു. വി എസ് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം നിലപാടുകളൊക്കെ എടുക്കുന്നത് എന്ന രീതിയിൽ സംശയത്തോടെയും വി എസിനെ നോക്കിക്കണ്ടവരുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ച് വി എസിന്റെ ഈ നിലപാട് മാറ്റം സ്വാർത്ഥമായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളത് തന്നെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. അല്ല, വി എസ് എടുത്തിരിക്കുന്ന നിലപാട് തീർച്ചയായിട്ടും മാറ്റം മറിച്ചിലുകൾ വരുന്ന അവസരത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് പ്രസക്തിയേറിയിരിക്കുന്നത്. പക്ഷെ വി എസ് ഈ വിഷയത്തിൽ അവതരിപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യതിയാനങ്ങളും എങ്ങനെയാണ് ആ വ്യതിയാനങ്ങളെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയമായിട്ട് വളർത്തിയെടുക്കേണ്ടത്, ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ടി ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളെ തിരുത്തുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെയും അദ്ദേഹം പ്രസരിപ്പിച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടിലേക്ക് വി എസ് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വി എസ് വിമർശിക്കപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ട് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ NPS, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ വിഗ്രഹമായിരുന്നു പലർക്കും വി എസ്. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കൊണ്ടുപിടിച്ച് നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ നിലപാടുകളെല്ലാം തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ല, വി എസ് എടുത്തിരുന്ന നിലപാടുകളെയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ബദൽ ഇടതുപക്ഷ സംഘങ്ങൾ തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്നത്. ആ ബദൽ നിലപാടുകൾ എന്ന് പറയുന്നത് എന്നും പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യതിചലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ആ ചുമതലയാണ് വി എസ് ഏറ്റെടുത്തിരുന്നത്. അത് അദ്ദേഹം കൃത്യമായി നിർവഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിന്റെ വലിയ തരത്തിലുള്ളതായിട്ടുള്ള അംഗീകാരം ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അതിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വി എസ് എടുത്ത നിലപാടുകളെയാണ് എല്ലാവരും അംഗീകരിച്ചിരുന്നത്. വി എസ് ആ നിലപാടുകളിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് വി എസിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. യെസ്, തിരിച്ചെത്താം താങ്കളിലേക്ക്. ശ്രീ MG രാധാകൃഷ്ണൻ, വി എസ് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളുടെ പേരിലാണ് പ്രത്യേകിച്ച് പാർട്ടി നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരുന്ന നയ വ്യതിയാനങ്ങൾക്കെതിരെയാണ് വി എസ് എന്നും പോരാടിക്കൊണ്ടിരുന്നത് എന്നതാണ് ഒരു വശം. മറുഭാഗത്ത് വി എസ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇത്തരം നിലപാടുകൾ കൈക്കൊള്ളുന്നു. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷീണം വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം വി എസിനായിരിക്കും. അതുമാത്രമല്ല, ഏത് തരത്തിലും തെരഞ്ഞെടുപ്പിന് ശേഷം വി എസ് അച്യുതാനന്ദനെതിരെ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കീഴടങ്ങലായി വേണോ ഇതിനെ വ്യാഖ്യാനിക്കാൻ? ശ്രീ MG രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ നിലവിലില്ല. ശ്രീ TL സന്തോഷ് നമ്മോടൊപ്പം ചേരുന്നു, RMP നേതാവ്. ശ്രീ സന്തോഷ്, എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദന്റെ നിലപാട്? ശ്രീമതി KK രമ പറഞ്ഞത്
52ാമത്തെ വെട്ട് TP ചന്ദ്രശേഖരന് മേൽ ഏൽക്കുന്ന 52ാമത്തെ വെട്ട് എന്നാണ് രമ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത്രമേൽ VSന്റെ നിലപാട് RMPയെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ശ്രീ സന്തോഷ്, താങ്കൾ കേൾക്കാമോ? തിരിച്ചെത്താം ശ്രീ സന്തോഷിലേക്ക്. ശ്രീ MG രാധാകൃഷ്ണൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ MG രാധാകൃഷ്ണൻ, ഇപ്പോഴത്തെ VSന്റെ നിലപാട് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം VSനെതിരെ ഒരു നടപടി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചനയിൽ വരും? ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ഭയപ്പാടുകൾ പാർട്ടിക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ തിരുത്തുകൾ? VS അങ്ങനെ വളരെ ചെറിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം നിലനിർത്താൻ വേണ്ടി മാത്രം അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത് VSനെ നല്ലോണം അറിയാവുന്നവരങ്ങനെയൊന്നും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം VS തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ VS പറയുന്നതെല്ലാം സുവിശേഷ സത്യമാണെന്നും അതല്ലെങ്കിൽ അദ്ദേഹം കടുത്ത വ്യതിയാനക്കാരനായെന്നും അവസരവാദിയായെന്നും എന്നുള്ള തരത്തിലുള്ള ഈ ഒരു ദ്വിത്വത്തിലേക്ക് പോകുന്നത് ശാസ്ത്രീയവും പക്ഷപാതപരവുമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരിക്കലും വിഗ്രഹം ആകാനുള്ള ആളായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ഒരു കളിമൺ പാദങ്ങളുള്ള വിഗ്രഹമാണ് എന്ന് പറഞ്ഞ് മറുവശത്തേക്ക് പോകുന്നതിലും അർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയപരമായും വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ശക്തികളും ദൗർബല്യങ്ങളുള്ള മനുഷ്യനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷെ ഇതെല്ലാം വെറും അവസരവാദമാണെന്നും വെറും സ്വാർത്ഥതയാണെന്നും മറ്റും ഇപ്പോൾ തങ്ങൾക്ക് യോജിക്കുന്ന, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പക്ഷം അദ്ദേഹം പറയുന്നില്ല എന്ന കാരണം കൊണ്ട് ഒരുപാട് പേർ അദ്ദേഹത്തിനെ ആരാധിക്കുകയും അദ്ദേഹത്തിനെ തോളിൽ വെച്ച് നടക്കുകയൊക്കെ ചെയ്തിരുന്ന അവർ പറയുമ്പോൾ VSനെതിരായിട്ടുള്ള ആരോപണം പോലെ തന്നെയാണ്. കാരണം ഒരു കണ്ടത്തിൽ നിന്ന് മറുകണ്ടത്തിലേക്ക് വളരെ എളുപ്പത്തിൽ ചാടുന്ന അത്രയ്ക്ക് ഉപരിപ്ലവമായിട്ടുള്ള വളരെ തരത്തിലുള്ള ഒരു വിശകലനം ശരിയല്ല. ഒരു സങ്കീർണ വ്യക്തിത്വത്തിന്റെ സാധാരണ തരത്തിൽ നമ്മളൊക്കെ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ MG രാധാകൃഷ്ണൻ, താൽക്കാലികവും സങ്കുചിതവുമായ ഒരു കാര്യലാഭത്തിന് വേണ്ടി ഉള്ള നിലപാടല്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ താങ്കൾ അതിൽ കണ്ടെത്തുന്ന മറ്റെന്തെങ്കിലും വിശാലമായ അർത്ഥങ്ങളുണ്ടോ? അല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രാധാന്യമാണ്, പാർട്ടിയുടെ പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രധാനം എന്ന് അദ്ദേഹം കണ്ടുകാണും. മറുവശത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. അദ്ദേഹം ഒപ്പം നിന്നിരുന്ന രമയും RMPയും മറ്റും പൂർണ്ണമായിട്ടും CPM വിരോധത്തിൽ മാത്രം, CPM വിരോധം എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ മാത്രം നാടുനീളെ പ്രചരണം ഒഴിച്ചു വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അടിയുറച്ച അല്ലെങ്കിൽ 70 വർഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ ഈ നടക്കുന്ന ഈ നീക്കങ്ങൾ ശരിയല്ല എന്നുള്ള ബോധ്യത്തിൽ എത്തിക്കൂടായില്ലല്ലോ. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി പ്രത്യേകിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഇടതുപക്ഷം ദുർബലമാണ്, ആ ഇടതുപക്ഷത്തിന് ഇവിടെ കേരളം കോരുന്നു ദുർബലമായാൽ അദ്ദേഹം എന്തിനൊക്കെ നിലനിന്നു, അദ്ദേഹം ജീവിതം എന്തിനൊക്കെ സമർപ്പിച്ചു, അതെല്ലാം തകരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ തൽക്കാലത്തേക്കെങ്കിലും ഒരു കളം മാറ്റി ചവിട്ടിയതാവാം. പക്ഷെ അതൊക്കെ ഒരു വളരെ മോശമായ ലക്ഷ്യത്തിലാണ്, ഇതൊരു വ്യതിയാനമാണ്, ഇന്നലെ കണ്ട ദൈവം എന്ന് ചെറുത്താനായി മാറി എന്നൊക്കെ പറയുന്നുള്ള വിശകലനം ഇതിനു മുമ്പ് അദ്ദേഹത്തെ ആരാധിച്ചിരുന്നവർ നടത്തുന്ന അതേ മണ്ടത്തരം വീണ്ടും ആവർത്തിക്കുന്നതിനെ കുറിച്ച്. യെസ്, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ TL സന്തോഷ്, ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ VS മഹാനായ മനുഷ്യനാണെന്നും മറിച്ച് ഒരു നിലപാടെടുക്കുമ്പോൾ VS മോശക്കാരനാണ് എന്നും വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു വാദം. KK രമ പറയുന്നത് VS ഇപ്പോൾ ഏൽപ്പിച്ചത് ചന്ദ്രശേഖരന് മേലുള്ള 52ാമത്തെ വെട്ടാണ് എന്നാണ്. ശ്രീ TL സന്തോഷ്, VS അച്യുതാനന്ദൻ ഒരു നിലപാട് സ്വീകരിച്ചത്, ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതിൽ വസ്തുത ഖേദകരമാണ്. കാരണം ഇതുവരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഒരു വ്യതിചരിച്ചുകൊണ്ടുള്ള നിലപാടൊക്കെ സ്വീകരിച്ചത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസക്തി ഉയർന്നു നിന്നിരുന്നത് ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവും അതിന്റെ സംവിധാനങ്ങളും
പാർട്ടി ആകെ തന്നെ ഒരു മുതലാളിത്ത പാതയിലേക്ക് നയിക്കുന്ന ഏറ്റവും ധാർഷ്ട്യത്തിന്റെയും അഴിമതിയിലേക്ക് കേന്ദ്രമാക്കി മാറ്റുന്നതിന് എതിരായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ജയരാജന്മാരുടെയും വിജയന്റെയും സംസ്കാരത്തിന് വ്യത്യസ്തമായി ഒരു അധ്വാനിക്കുന്നതിന്റെ പക്ഷം നിൽക്കുന്ന, ജനങ്ങളുടെ പക്ഷം നിൽക്കുന്ന ഒരു നിലപാട് VS-നുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൽ അദ്ദേഹം ഒരു സ്ഥാനം നേടിയെടുത്തത്. അത്തരത്തിൽപ്പെട്ട ചില നിലപാടുകൾ തന്നെയാണ് ഈ വിഷയം വന്നപ്പോൾ ഇത്തരത്തിൽപ്പെട്ട കൊലപാതക രാഷ്ട്രീയത്തിനെ സ്വീകരിക്കുന്നതിന് വിരുദ്ധമായി VS പറഞ്ഞത്. ശ്രീ സന്തോഷ്, ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി RMPയുടെ നിലപാടുകളിൽ ഉള്ള മാറ്റങ്ങൾ കൂടി VS-നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചിരിക്കുമോ? KK രമ കേരള യാത്ര മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിനുള്ള കാരണം വ്യക്തമാണ് എന്നും അദ്ദേഹം പറയുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളാണ് KK രമയും RMPയും പിന്തുടരുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഞാനത് വളരെ പരുഷമായ ഭാഷയിൽ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന മറ്റേ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. KK രമ RMP ഒരു യാത്ര തീരുമാനിച്ചത് ഈ മാർച്ച് മാസം 16 മുതൽ 26 വരെയാണ്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഒക്കെ കേരളത്തിൽ എല്ലാവരോടും നമ്മൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ മാധ്യമങ്ങളൊക്കെ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏപ്രിൽ മാസം അവസാന വാരത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്നാണ്. അതേസമയം വളരെ പെട്ടെന്ന് ഈ പറയുന്ന 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നോമിനേഷൻ കൊടുക്കുകയും 24 വരെയുള്ള സമയത്ത് അതിന്റെ മറ്റ് നടപടിക്രമങ്ങളും തീരുമാനിച്ചതോടുകൂടി ജാഥ എന്നുള്ളത് പ്രായോഗികമായിട്ട് നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു. അത് വളരെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ജാഥ പരിപാടി ഞങ്ങൾ മാറ്റിവെച്ചത്. പിന്നെ RMPയുടെ രാഷ്ട്രീയ നിലപാട് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങള് അടിസ്ഥാനപരമായിട്ട് UDF-ന്റെയും കോൺഗ്രസിന്റെയും കെട്ടുപോയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സമരത്തിലായിരുന്നു. CPIM എന്ന് പറയുന്ന പാർട്ടി അത്തരം നിലപാടിൽ തുടർച്ചയായിട്ട് വെള്ളം ചേർക്കുകയും ഒരു UDF-ന്റെ തന്നെ അതേ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന സ്ഥിതിവിശേഷം വന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് സമീപനം സ്വീകരിച്ചു. അത് പാർട്ടിക്കുള്ളിൽ നിന്നിരുന്ന VS പക്ഷത്തുള്ള ആൾക്കാരോട് അതിനിശ്ചിതമായ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദനോടക്കം. ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നടന്നിരുന്ന ആശയ സമരത്തിൽ VS-ന്റെ ആശയഗതികളെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ചന്ദ്രശേഖരനും വേണുവും അടക്കമുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ രക്തസാക്ഷിയാണ് ഒരുപക്ഷെ ചന്ദ്രശേഖരൻ. നേരത്തെ പ്രൊഫസർ MN വിജയൻ അടക്കമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് താങ്കൾ തിരിച്ചെത്താം. ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ട്. ശ്രീ NM Pearson, എന്തായിരിക്കാം RMPയോടുള്ള നിലപാടിൽ മാറ്റം വരുത്താൻ ഈ പറയുന്നതായ RMP നിലപാടിൽ വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും VS അച്യുതാനന്ദനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുമോ? അല്ല, VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു പാർട്ടിയായി RMP വന്നിരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇത്തരം തീരുമാനങ്ങളിലേക്ക് വരുന്നതിന് വേണമെങ്കിൽ ഉണ്ടായിരിക്കാം. പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉള്ള പ്രശ്നം അദ്ദേഹം എടുത്തിരുന്നതായിട്ടുള്ള നിലപാടുകളെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ആ രീതിയിൽ കാണേണ്ടതൊരാവശ്യമായി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ശ്രീ MG രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ മാത്രം ആളുകൾ ആരാധിക്കുന്ന അത് ഈ വിഷയം അതല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇഷ്ടമുള്ളത് പറയുന്നത് കൊണ്ട് അംഗീകരിക്കുകയും ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കേരളത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അത് നമ്മൾ എല്ലാ പാർട്ടികളിലും വ്യക്തികളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ ഇതും അത്തരത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ VS-ന്റെ നിലപാടുകൾ അങ്ങനെയാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം VS ഉയർത്തിയിരുന്ന ചില നിലപാടുകളുടെ പ്രശ്നമുണ്ടായിരുന്നു. എന്തിനാണ് CPM-ൽ അദ്ദേഹം അത്തരത്തിലുള്ള നിലപാടുകൾ ഉയർത്തിയിരുന്നത് എന്ന് ചോദിച്ചാൽ CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ശരിയല്ല എന്ന് അദ്ദേഹം നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ നിലപാടുകൾ പെട്ടെന്നൊരു ദിവസം തിരുത്തുന്ന സമയത്ത് സ്വാഭാവികമായും അതെന്തുകൊണ്ട് എന്ന് പറയുന്ന ചോദ്യം ഉയരും. അത് അദ്ദേഹം ഇഷ്ടമില്ലാത്തതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതുകൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ടുള്ള നിലപാടുകൾ മാറ്റി പറയുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്രീ പിയേഴ്സൺ, ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, അവിടെ ഇടതുപക്ഷ ശാക്തീകരണം ആവശ്യമുണ്ട്. ഒരു മൂന്നാം ബദൽ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെ രാഷ്ട്രീയമായ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ VS-ന്റെ നിലപാടുകൾ ശ്രീ MG രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു നിലപാട് എന്ന രീതിയിൽ കൂടി വ്യാഖ്യാനിക്കാമോ?
അല്ല, അത് ശരിയാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതെയും അദ്ദേഹത്തിന് ആ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പറയാനും നടപ്പിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോ അങ്ങനെ ആ കാര്യത്തെ കാണുന്നതിന് പകരമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിലപാടുകളെ കൈയൊഴുന്നതായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം തിരിച്ചു വരേണ്ടതിന്റെയും അതേപോലെ തന്നെ അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഇടങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്യുന്നതിന്റെ പ്രസക്തി വളരെ വലുതാണ്. തിരഞ്ഞെടുപ്പിന് തന്നെ വലിയ പ്രാധാന്യമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് പ്രാധാന്യത്തിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മുൻപ് ഉയർത്തിയിരുന്നതായിട്ടുള്ള നിലപാടുകളെ കൈയൊഴിയുന്ന ഒരു സമീപനമാണ്. ആ തിരിച്ചെത്താം. ശ്രീ പി എം മനോജ്, ഏതായാലും ഇത് ഒരു നിലപാട് മാറ്റമായി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിലപ്പുറം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ശ്രീ NMPS പോലുള്ള ആളുകൾ വിമർശിക്കുന്നതും RMP നേതാക്കൾ വിമർശിക്കുന്നതും അതുതന്നെയാണ്. ഒത്തുതീർപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് അച്യുതാനന്ദന്റെയും നിലപാടിനെ കാണുന്നത്. മാധ്യമപ്രവർത്തനത്തിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യം റിപ്പോർട്ടിങ് വസ്തുനിഷ്ഠമാകണമെന്നാണ്. എന്താണോ സംഭവിക്കുന്നത് അത് അതുപോലെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഈ 2-3 ആളുകൾ അവർ പറഞ്ഞത് RMP ഉണ്ടായത് തന്നെ VSന്റെ നിലപാട് വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിപ്പോയവരാണ് ഈ ചന്ദ്രശേഖരനും അതുപോലെ വേണു. എന്നിട്ട് ഇപ്പോൾ പറയാം അത് VSന്റെ തലയിലാണ് അതും വയ്ക്കുന്നത്. ഇങ്ങനെ വസ്തുതയ്ക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറയുക, എന്നിട്ട് VSന്റെ തലയിൽ ഇതൊക്കെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് VSനെ ചുരുക്കിയിട്ട് അദ്ദേഹത്തിന് നിലപാട് മാറ്റമെന്ന് പറയുക. അദ്ദേഹം വളരെ ഇതിന് മറ്റാരും വിശദീകരണം നൽകേണ്ട കാര്യമില്ല. സഖാവ് VS വളരെ കൃത്യമായി പറഞ്ഞു, പാർട്ടിയുമായി ചില വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദം ഈ പാർട്ടിക്കല്ലാതെ മറ്റേത് പാർട്ടിക്ക് ഇത്തരമൊരു പ്രശ്നം വന്നാൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ കഴിയും എന്ന് സഖാവ് VS പറയുന്നത് നമ്മളെല്ലാം കേട്ടതല്ലേ. ഇതൊക്കെ കഴിഞ്ഞ് എന്നിട്ടും VSനെ CPIM നിന്ന് അടർത്തിയെടുത്ത് അങ്ങ് എന്തോ ആക്കാമെന്നുള്ള ധാരണയിലാണ് ഈ പറഞ്ഞ നേരത്തെ ഒരു RMP നേതാവ് ഇവിടെ പറയുന്നത് കേട്ടു. അദ്ദേഹമൊക്കെ ധരിച്ചത് VSനെ വളരെ ചുരുക്കി കണ്ടു. VSനെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ ജനലക്ഷങ്ങളുടെ നേതാവ് എന്ന നിലയിൽ നിന്ന് മാറ്റി തങ്ങൾ ഏതാനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുരങ്കം വയ്ക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുടെ നേതാവാക്കി ചുരുക്കി കാണാൻ ശ്രമിച്ച ആളുകളുടെ നൈരാശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അല്ലാതെ VS ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറ്റിയെന്നോ VS ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുരഞ്ജനം ഉണ്ടാക്കിയെന്നോ VS ആണ് കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ VSന് സ്വന്തം പാർട്ടിയോടല്ലാണ്ട് സ്വന്തം പാർട്ടിക്കകത്തല്ലാണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ? അതിൻ്റെ ഭാഗമായിട്ട് സഖാവ് VS അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉൾപാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ടാവും, തീരുമാനങ്ങൾ വന്നിട്ടുണ്ടാവും. അതല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുരന്ന് കയറാൻ നടക്കുന്ന ഏതാനും കുബുദ്ധികളുടെ താളത്തിനൊത്ത് തുള്ളാനുള്ള ഒരാളാണ് VS എന്ന് ഇവർ കരുതിപ്പോയിരുന്നെങ്കിൽ അവർക്ക് തെറ്റി, അവർക്ക് നൈരാശ്യം വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി എം മനോജ്, തിരിച്ചാം. ശ്രീ TL സന്തോഷ്, അതാണ് RMPയുടെ നൈരാശ്യം. അത് നിങ്ങൾ ജയരാജന്മാര് പറയുന്നത് പോലെ ചീഞ്ഞ കാരണവരെന്നോ അതല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകേണ്ടയാളെന്നൊന്നും ഞങ്ങൾ പറയില്ല. അതൊക്കെ തന്നെ അവരുടെ സംസ്കാരമായതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഈ പറയുന്ന VS അച്യുതാനന്ദന് ഈ കാര്യം ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുവിടാ. ഈ പറയുന്ന CPIMന്റെ അന്വേഷണ റിപ്പോർട്ട് RMP അംഗീകരിക്കണം എന്നൊരു ഉപദേശം നൽകിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ശരിയാണെങ്കിൽ ലാവ്ലിൻ കേസിലെ ഈ പറയുന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ അംഗീകരിച്ചിരുന്നോ? അദ്ദേഹം പറയുന്നത് കോടതി വിധി വന്നതുകൊണ്ട് ഈ ലാവ്ലിൻ കേസിൽ ഇപ്പോ ആ നിലപാട് എനിക്ക് ഇല്ല എന്നാണ്. R ബാലകൃഷ്ണപിള്ള മറ്റേക്കെതിരായിട്ട് നിരവധി അനുകൂലമായി വന്നിട്ടുള്ള നിരവധി കോടതി വിധികളുടെ ഘട്ടങ്ങളിൽ അതാത് കോടതികളുടെ വിധി മാനിച്ചുകൊണ്ട് അതാണ് എന്റെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. അപ്പൊ സ്വന്തം നിലപാടുകൾ അസാധുവാക്കപ്പെടുന്ന നിലപാടുകൾ വരുമ്പോൾ ആ നിലപാട് യുക്തിസഹമല്ല എന്ന് പ്രതികരിക്കാനുള്ള ചുമതല ഞങ്ങൾക്കുണ്ട്. അത്രേ ഉള്ളൂ. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ VS അതേ പറയൂ. അദ്ദേഹം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ പൊതുസമൂഹത്തിൽ VS അച്യുതാനന്ദൻ ഇപ്പോഴത്തെ CPIM നേതൃത്വം എടുക്കുന്നതിനപ്പുറത്ത് ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു പൊതു സ്വീകാര്യത അദ്ദേഹത്തിന് രൂപപ്പെട്ടു വന്നത്. ഒരുപക്ഷെ കേരളത്തിലെ CPIM തകരാതെ നിലനിന്നത് അത്തരത്തിൽപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന VS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ ആ പാർട്ടിയിലുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ
ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷ അർപ്പിച്ച് നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ CPM-ന്റെ തകർച്ചയ്ക്ക് ഇത്തരത്തിൽപ്പെട്ട നിലപാടുകൾ ഈ പറയുന്ന ജയരാജന്മാരുടെയും വിജയന്റെയും ഒക്കെ നിലപാടിലേക്കുള്ള CPM നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പോരാളിയായിട്ടുള്ള VS-ന്റെ രംഗപ്രവേശം അത്തരം ആൾക്കാരെ വൻതോതിൽ നിരാശരാക്കുകയും ഒരുപക്ഷെ CPM-ന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ TL സന്തോഷ്, മറ്റൊരു കാര്യമുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ പല ഘട്ടങ്ങളിലും പ്രതികരിക്കേണ്ടാത്തിടത്ത് പ്രതികരിക്കാതിരിക്കുകയും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇവിടെയും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു അഭിമുഖത്തിൽ VS-ന് പറയാതിരിക്കേണ്ട കാര്യങ്ങൾക്ക് പറയാതിരിക്കാം, അല്ലെങ്കിൽ വ്യംഗ്യമാക്കി പറയാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു കാര്യം വ്യക്തമായി പറയണമെങ്കിൽ അത് വ്യക്തമായി നിലപാടെടുത്ത് അത് തീരുമാനിച്ചുറപ്പിച്ചായിരിക്കും പറയുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. VS അച്യുതാനന്ദനെ കുറേ കാലങ്ങളായി കാണുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് RMPക്കെതിരെ വളരെ കൃത്യമായ ഒരു ആരോപണം VS അച്യുതാനന്ദൻ ഉന്നയിക്കുന്നുവെങ്കിൽ അത് ഉറച്ച ഒരു നിലപാട് തന്നെയാണ്, ഉറപ്പിച്ച് പറയുന്നതുമാണ്, തീരുമാനിച്ചുറപ്പിച്ചതുമാണ്. അത് RMP സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്കും ബദലായിട്ട് ഒരു ബദൽ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വയ്ക്കാൻ ഒരു മുന്നണി രൂപപ്പെടുത്തുകയും അതിന്റെ രീതിയിൽ 10-17 സ്ഥാനാർത്ഥികൾ നടത്തി മത്സരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. ഈ VS അച്യുതാനന്ദന്റെ B ടീമായിരിക്കും RMP എന്നാരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിന്റെ വാലായി നിൽക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ കാര്യങ്ങൾ കണ്ടിന്യൂ നടത്തുന്നത് സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനും RMP തയ്യാറാവുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട പ്രതികരണങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വേറെ രാഷ്ട്രീയ നിലപാട് ഉണ്ടായി വരാം. അതിനെക്കുറിച്ച് ഞങ്ങൾ അത്രയധികം ആകുലപ്പെടുന്നില്ല. ഞങ്ങൾ സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും, അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ആകുലപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ വലിയ നൈരാശ്യം RMP നേതാക്കൾ പങ്കുവെക്കുന്നത്. എന്താണ് നൈരാശ്യം? TP ചന്ദ്രശേഖരനെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ അത് ആ കാര്യത്തിൽ TP രമ അത്രയധികം സ്നേഹത്തോടെ താല്പര്യത്തോടെ VS-ന്റെ പ്രതികരണങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സമയത്താണ് ഒരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഈ പറയുന്ന കുന്നമക്കര രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ പുറത്താക്കിക്കൊണ്ടുള്ള നിലപാട് RMP സ്വീകരിക്കാൻ VS ഉപദേശിക്കുന്നത്. എന്തൊരു കഷ്ടത്! അദ്ദേഹത്തിന്റെ വേണുവിന്റെ വീടടക്കം 2011 അവസാനത്തിലടക്കം പണിത് വീട് പാർക്കൽ നടത്തുന്ന സമയത്തുണ്ടായിരുന്ന രാമേന്ദ്രനെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ കൊല നടത്തി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്താൽ അത് സ്വീകരിച്ച് ഇതുവരെ എടുത്ത നിലപാടിനെ തള്ളിപ്പറഞ്ഞ് ഇത് സ്വീകരിക്കാൻ ഉപദേശിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ രമയ്ക്ക് ഖേദമുണ്ടാവില്ലേ? രമയുടെ ജീവിതത്തിലെ ഏറ്റവും VS അച്യുതാനന്ദന്റെ ഒരു B ടീമായി RMPയെ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണോ VS അച്യുതാനന്ദൻ തിരുവഞ്ചൂരിന്റെ വാലാണ് RMP എന്ന് ആരോപിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ അത്തരം വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് VS എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടുകളെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം VS പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന രാഷ്ട്രീയം അദ്ദേഹം കൈവിട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കേരളത്തിൽ CPM-ന് സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ വ്യതിയാനങ്ങൾ, ആ രാഷ്ട്രീയ വ്യതിയാനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്തിരുന്ന പല വിഷയങ്ങളിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ CPM എടുത്ത സമയത്താണ് അത് വിമർശന വിധേയമാവുകയും അതിന്റെ മുന്നിൽ VS വരികയും VS അത്തരം അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ആ നിലപാടുകൾക്കാണ് പൊതുസമൂഹത്തിനകത്ത് തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ടായിട്ടുള്ളത്. ആ പ്രസക്തി തന്നെ ആണ് ഇവിടെയും ചർച്ച ചെയ്യേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ശ്രീ പിയേഴ്സൺ, വളരെ കാലങ്ങളായി ശ്രീ അച്യുതാനന്ദൻ ഇതുപോലുള്ള വിഷയങ്ങളൊന്നും ഉയർത്താറില്ല. RMP VS അച്യുതാനന്ദന്റെ B ടീമാണോ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നുള്ളത് ശ്രീ പിയേഴ്സൺ, കുറെ നാളുകളായി VS അച്യുതാനന്ദൻ പാർട്ടിയുടെ ഇത്തരം നയവ്യതിയാനങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാറില്ല. ശ്രീ പിയേഴ്സൺ, കേൾക്കാമോ? ശ്രീ PM മനോജ്, ഏതായാലും VS അച്യുതാനന്ദന്റെ ഈ നിലപാട് പാർട്ടിയെ ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതേണ്ടത്. പാർട്ടിക്ക് വലിയ ഒരു ആശ്വാസമുണ്ടാകുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ. അതിനു മുമ്പ് ഈ RMP ആരുടെ B ടീമാണ് എന്നൊരു ചർച്ച കൊണ്ടുവരേണ്ടതാണെന്ന് തോന്നുന്നത്. സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയേണ്ടതാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും കുറേ വോട്ട്
സംഘടിപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസിനും കൊണ്ട് നടക്കുന്ന ഏജൻറ്റുമാരായിട്ട് RMP മാറി. അപ്പോൾ ഈ തവണ അതിന് VSൻ്റെ പേരും കൂടി ഉപയോഗിക്കാനുള്ള നിരന്തര ശ്രമം ഇവർ നടത്തുകയും ചെയ്തു. ഇത്തവണ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തില്ല എന്നതിൻ്റെ നൈരാശ്യമാണ് നേരത്തെ പറഞ്ഞ നൈരാശ്യം. പിന്നെ സഖാവ് VSൻ്റെ ഇപ്പോഴുള്ള നിലപാട്, ആ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സഖാവ് VS തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഈ രാഷ്ട്രീയ സമരത്തിൻ്റെ പടയാളിയായി ഞാൻ ഉണ്ടാവുമെന്ന്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പടയാളിയായി സഖാവ് VSനെ കാണുമ്പോൾ എല്ലാ കാലത്തും ഈ പാർട്ടി, അതായത് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും ഈ പാർട്ടിക്കെതിരെ ആക്രമണം നടത്തുന്ന, ചാനലുകൾ കടന്ന് ആക്രമണം നടത്തുന്ന പിയേഴ്സൺ. അതോടൊപ്പം സന്തോഷ്, അദ്ദേഹം ഒരു മഹാനേതാവായിരിക്കാം, അദ്ദേഹം കേരളത്തിലെ ജനകീയ നേതാക്കന്മാരെ പറഞ്ഞ് വിശേഷിപ്പിച്ച വാക്കുകളും ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കാണിച്ച പുച്ഛവും നമ്മൾ കണ്ടില്ലേ. ജയരാജന്മാർ, വിജയൻ, ഏത് വിജയൻ? ഇങ്ങനെയൊക്കെ അത് ഇവരുടെ സ്ഥായിയായ ഭാവമാണിത്. കാരണം ഇവരാണ് യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ വക്താക്കൾ. ഇവർ വിചാരിച്ചാലേ ഇതൊക്കെ നടക്കൂ. അതിന് സഖാവ് VSൻ്റെ പേരും കൂടി ഇവർക്ക് വേണമായിരുന്നു. ആ പേര് നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായ RMP എന്ന് പറഞ്ഞ വളരെ ചെറിയ ഒരു പ്രദേശത്ത് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പോലും പറയാൻ പറ്റാത്തൊരു കൂട്ടം, ആ കൂട്ടമാണ് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നത് എന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. CPIMനെതിരെ ഇതുപോലെ ഇത്തരം നിരവധി വിമർശനങ്ങൾ ഇവർക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കാം. ആ വിമർശനങ്ങളല്ല, അതുപോലെ ആ ആക്ഷേപങ്ങളല്ല ശരി മറ്റൊന്നാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കുന്ന ഓരോ സന്ദർഭത്തിലും ഇവർ പിന്നെയും ഇത്തരം പ്രതീക്ഷകളുമായി നീങ്ങുകയാണ്. അത് സ്വാഭാവികമാണ്, എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അവരോട് അല്പം സഹതപിക്കുകയല്ലാതെ ഇത്തരം ഘട്ടത്തിൽ വേറെ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സന്തോഷ്, വളരെ പെട്ടെന്ന് മറുപടി. അത് മറ്റേ ആനപ്പുറത്തിരിക്കുന്നവർക്ക് വേലി പൊളിക്കാൻ തോന്നുന്നതിന്റെ വർത്താനേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്വന്തം നിലപാട് വളരെ ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പായിട്ട് രൂപപ്പെട്ടിട്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലുതായിട്ടുള്ളത്. ഇത്തരത്തിൽപ്പെട്ട വലിയ സംഘടനാ സംവിധാനങ്ങളുടെ തറപ്പത്തിരുന്നിട്ട് ഏതൊരാളെയും ആക്ഷേപിക്കുകയും ഈ പറയുന്ന ദേശാഭിമാനി പത്രം എന്ന് പറയുന്ന പത്രത്തിന്റെ മറ്റേ എല്ലാ പാരമ്പര്യത്തിനെയും നിഷേധിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊഫസർ MN വിജയനെ പോലുള്ള ആൾക്കാരെ അടക്കം ഏതെല്ലാം തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. പ്രൊഫസർ MN വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ സാമ്രാജ്യത്തെ അതിന്റെ വിളിച്ചുകാത്തിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ നിലപാടിലേക്ക് VS വരുന്നത്. അത്തരത്തിൽപ്പെട്ട രാഷ്ട്രീയ സമരത്തിലൊക്കെ ഞങ്ങളും ഭാഗവാക്കായിരുന്നുണ്ട്. ആ ഒരു സമരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് ഏതാനും ചില നടത്തിയ ഒരു ആശയ സമരത്തിൽ നിന്ന് കേരളമാകെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയുമായിട്ട് ഇന്ന് വികസിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നണിക്ക് വൻതോതിൽ പ്രസക്തി ഉണ്ടാവുകയും അതിന് വലിയ അംഗീകാരം പല പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തപ്പോൾ വല്ലാണ്ട് വിരളി പിടിച്ചിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവഗണിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ ആക്ഷേപമായിട്ട് ചുറ്റും കൂടിയുണ്ട്, മനോജ് അടക്കമുള്ള ആൾക്കാർ. അപ്പൊ അത്തരം നിലപാടൊക്കെ സ്വീകരിക്കും, അതിൽ ഫൈറ്റ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം പ്രവർത്തിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇത്തരം സമരങ്ങൾ അല്ലെങ്കിൽ ഉൾപാർട്ടി പോരാട്ടങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയ വ്യതിയാനങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ, ബദൽ പ്രസ്ഥാനങ്ങൾ, ഇത്തരം എല്ലാ ശ്രമങ്ങളും പൊളിയുകയാണോ? നിരന്തരമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ അതാണോ സൂചിപ്പിക്കുന്നത്? ഒടുക്കം VSന്റെ നിലപാട് മാറ്റം കൂടിയാവുമ്പോൾ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാവുന്നു എന്നൊരു തോന്നൽ താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ടോ? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ നിർവചിക്കുകയും ആ രാഷ്ട്രീയത്തിന് സംഭവിക്കുന്നതായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇന്നതാണ് എന്നും അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവൃത്തിയായി തീരുകയും ചെയ്യുള്ളൂ എന്ന തരത്തിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് വരുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തതയും സുതാര്യതയും ഇല്ലാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അപകടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ബോധ്യം ഉണ്ടാകാവുന്നതാണ്. വലിയ പ്രത്യാശകളെക്കാൾ ഉപരിയായിട്ട് നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യുകയും, അതായത് VS ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആ വിഷയങ്ങളൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ CPMനകത്തായാലും പുറത്തായാലും ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടക്കിടക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിരാശ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക്. ഓരോ ഘട്ടത്തിലും VSന്റെ നിലപാടുകൾ സംശയത്തോടെയും വീക്ഷിച്ചിരുന്നു ആളുകൾ. ആ സമയത്തും ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. അപ്പോൾ VS ഇപ്പോൾ എടുത്ത നിലപാടിൽ അത്രമാത്രം നിരാശപ്പെടേണ്ടതുണ്ടോ? സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുമ്പോൾ പലതരത്തിലുള്ള അപഭ്രംശങ്ങളും അതേപോലെ തന്നെ നിരാശകളും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്കുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
വളരെ നന്ദി ശ്രീ NMPS, ഒപ്പം ശ്രീ PM മനോജ്, ശ്രീ MG രാധാകൃഷ്ണൻ, ശ്രീ TL സന്തോഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്.